പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 145 നമ്മളിങ്ങനെ വായിക്കും. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ ഞാൻ പ്രകീർത്തിക്കും. അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. കർത്താവേ, തലമുറകളോട് എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പ്രകീർത്തിക്കും. നമുക്ക് കർത്താവിൻ്റെ മുമ്പിലൊന്ന് നിശബ്ദമാകാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൊന്ന് ഇരിക്കാം. ദൈവം എന്തുമാത്രം എന്നെ പ്രത്യാശ വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം എന്തുമാത്രം ഇപ്പോഴും എന്നിൽ പ്രത്യാശ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചിന്തിച്ചേ. തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ഞാൻ എന്തുമാത്രം വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് എന്നുള്ള ചിന്ത, ആ ദൈവത്തിലേക്ക് കൂടുതൽ സ്നേഹത്തോടെ നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളോട് ആവർത്തിച്ച് പറയുന്നു, കുഞ്ഞേ, നിന്നിലുള്ള പ്രത്യാശ എനിക്ക് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. എനിക്ക് നിന്നോടുള്ള പ്രത്യാശ, എനിക്ക് നിന്നിലുള്ള പ്രതീക്ഷ ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും അത് തുടരുകയാണ്. എൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. കുഞ്ഞേ, എനിക്ക് നിന്നോടുള്ള പ്രതീക്ഷ ഓരോ പ്രഭാതത്തിലും പുതിയതാ. ഓരോ ദിവസം കഴിയുമ്പോഴും, നീ എന്നിൽ നിന്ന് ദൂരെ അകലുമ്പോഴും, ഓരോ പ്രഭാതത്തിലും ഞാൻ കൂടുതൽ പ്രതീക്ഷയോടെ നിന്നിലേക്ക് വരികയാണ്. ഓരോ ദിവസവും നീ എന്നിൽ നിന്ന് ഒരുപാട് കാതം പിറകിലേക്ക് പോകുമ്പോഴും, ആ പ്രഭാതത്തിൽ ഞാൻ വീണ്ടും നിന്നിലേക്ക് കൂടുതൽ പ്രത്യാശ വെച്ച് കൊണ്ടുവരികയാണ്. അങ്ങ് വിദൂരങ്ങളിൽ നിന്ന് നീ എന്നിലേക്ക് ഓടി വരുമെന്നുള്ള പ്രതീക്ഷയോടെ. കർത്താവേ, എത്രയോ വട്ടം നീ എന്നെ വിളിച്ചിട്ടും നിന്നിലേക്ക് തിരിച്ചു വരാൻ മനസ്സ് കാണിക്കാത്തവരാണ് ഞങ്ങൾ. ഇന്നും കർത്താവേ, ഞങ്ങൾ കുറച്ചുകൂടി പഴയതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ജീവിതങ്ങൾ പഴയതിനേക്കാൾ കുറച്ചുകൂടി മങ്ങിപ്പോയി എന്ന്, ഞങ്ങളിലെ പ്രകാശം മങ്ങിപ്പോയി എന്ന് ഏറ്റുപറയുന്നവരാണ് ഞങ്ങൾ. പഴയതിനേക്കാൾ ഞങ്ങൾ ദുഷിച്ചു പോയി കർത്താവേ. പഴയതിനേക്കാൾ ഞങ്ങളുടെ പ്രത്യാശ മങ്ങിപ്പോയി കർത്താവേ. പഴയതിനേക്കാൾ ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങൾ പുറകോട്ട് പോയി കർത്താവേ. പഴയതിനേക്കാൾ ഞങ്ങളിലേക്ക് സംശയങ്ങൾ ഉടലെടുക്കുന്നു കർത്താവേ. പഴയതിനേക്കാൾ ഞങ്ങളിൽ ആത്മീയതയോട് മടുപ്പ് തോന്നുന്നു കർത്താവേ. ഇപ്പോഴും എന്നിട്ടും നീ ഞങ്ങളെ മടുത്തു പോകുന്നില്ല എന്ന് ഈശോയെ നീ ഞങ്ങളോട് പറയുന്നല്ലോ. അതിന് നന്ദി പറയുന്നു. അതിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകൾ കണ്ടിട്ട് ഞങ്ങളെ മടുക്കാതെ നീ ഇന്ന് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം നമ്മളോ മടുത്തോ എന്ന് നമുക്ക് പോലും തോന്നുന്ന ചില മേഖലകളില്ലേ, ചില നിമിഷങ്ങളില്ലേ, ചില അനുഭവങ്ങളില്ലേ, ചില സംഭവങ്ങളില്ലേ, അതെല്ലാം ഓർത്തേ. ദൈവം എന്നിട്ട് വ്യക്തിപരമായിട്ട് തമ്പുരാനോട്, ദൈവമേ, ഇത്രയോ ആയിട്ട് നീ എന്നെ മറന്നില്ലല്ലോ, നീ എന്നെ മടുത്തില്ലല്ലോ, നീ എന്നെ ഇപ്പോഴും ഉപേക്ഷിച്ചില്ലല്ലോ എന്ന് സ്നേഹത്തോടെ അവിടുത്തെ നോക്കെന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ ഇന്നും മടുക്കാതെ, ഇന്നും മറക്കാതെ, ഇന്നും നമ്മളെ പ്രത്യാശ വെച്ചുകൊണ്ട് ഇന്നും നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ വലിയ നിസീമമായ സ്നേഹം, മടുക്കാത്ത സ്നേഹം, അതൊന്ന് ഓർക്കാം. നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ദൈവം നമ്മളെ മടുത്തിട്ടുണ്ടാവും. ഈ തകർച്ചയൊക്കെ അതിൻ്റെ അടയാളമാണ്. ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാ, ഇത് ദൈവം എന്നെ മറന്നു കളഞ്ഞതാ, എനിക്കിനി രക്ഷയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ കർത്താവ് പറയുന്നു, എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, എൻ്റെ കാതുകൾക്ക് മാന്യം പമ്പിച്ചിട്ടില്ല. കുഞ്ഞേ, നിന്നെ കേൾക്കാനാവാത്ത വിധം ഞാൻ നിന്നിൽ നിന്ന് ദേഷ്യപ്പെട്ട് പിന്നലിഞ്ഞു പോയിട്ടില്ല. നിന്റെ അടുത്തേക്ക് കൈനീട്ടി നിന്നെ രക്ഷിക്കാൻ വരാത്ത വിധം ഞാൻ എൻ്റെ കരം കുറുക്കിക്കളഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ട്. തൻ്റെ മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ച് സഹോദരനെ കൊന്ന കായേൻ്റെ പോലും അരികിൽ വന്ന് അവനെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ അവൻ്റെ മേൽ മുദ്ര വെച്ചവനാണ് ദൈവം.
അവനിൽ വീണ്ടും പ്രത്യാശ വെച്ചവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, എങ്കിൽ ആ ദൈവം എൻ്റെ മേലും എത്ര വലിയ കുറവുള്ള വ്യക്തിയാണെങ്കിലും, എത്ര പോരായ്മയുള്ളവനും, എത്ര അശുദ്ധനും ഒക്കെയാണെങ്കിലും എൻ്റെ ദൈവം എന്നെ ഇപ്പോഴും മാനിക്കുന്നുണ്ടെന്നൊരു ചുമയുണ്ടാകട്ടെ. ഈശോയെ, എൻ്റെ ജീവിതത്തെ ഞാൻ നിൻ്റെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ നിൻ്റെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നു. കർത്താവേ, ഞാൻ ഇന്ന് വരെ മനസ്സ് മാറ്റിയിട്ടില്ല. എൻ്റെ മനസ്സ് ഞാൻ മാറ്റിയിട്ടില്ല. എനിക്ക് മനസ്സ് വെച്ചിരുന്നെങ്കിൽ കർത്താവ് എത്രയോ കുറച്ചുകൂടി ഭേദപ്പെട്ട മനുഷ്യനായി മാറാമായിരുന്നു. ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ. കായം മനസ്സ് വെച്ചില്ല. ദൈവം എത്രയോ അവനോട് സംസാരിച്ചു, എത്രയോ മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷെ അവൻ മനസ്സ് വെച്ചില്ല. കർത്താവ്, ഇത് എൻ്റെയും ചരിത്രമാണ്, ഇത് എൻ്റെയും ജീവിത സത്യമാണ്. ഞാൻ ഇന്നും മനസ്സ് വയ്ക്കാത്തൊരു മനുഷ്യനാണ്. ദൈവമേ, ഞാൻ ഇന്നും മനസ്സ് മാറാത്ത മനുഷ്യനാണ്. ഞാൻ മനസ്സ് വയ്ക്കാത്തത് കൊണ്ടാണ് എൻ്റെ മനസ്സ് മാറാത്തത്. ദൈവമേ, നീ ഇടപെടാഞ്ഞിട്ടല്ല, നീ പഠിപ്പിക്കാഞ്ഞിട്ടല്ല, നീ അറിവ് പകരാഞ്ഞിട്ടല്ല, നീ എനിക്ക് ജ്ഞാനം തരാഞ്ഞിട്ടല്ല, ഞാൻ മനസ്സ് വെക്കാഞ്ഞിട്ടാണ് കർത്താവേ ഞാൻ മാറാത്തത്. അതിനെ ഞാൻ ഏറ്റുപറയുന്നു, അതിനെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. ദൈവമേ, എനിക്ക് മനസ്സ് മാറാനും എനിക്കൊന്ന് മനസ്സ് വയ്ക്കാനും ഒരു കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചേ. ഈശോയോട് ചോദിച്ചേ, ഈശോയെ, നീ എന്നെ മടുത്തു പോയോ? സ്നേഹത്തോടെ ഈശോയോട് നമുക്കൊന്ന് ചോദിക്കാം. നമ്മളെ മടുത്തോ എന്ന് ഈശോയോടൊന്ന് ചോദിക്കാം. മടുത്തുപോകല്ലേ ഈശോ, മാപ്പെനിക്കേകണമേ. ഈശോയോട് പറഞ്ഞേ, മടുത്തുപോകല്ലേ ഈശോ, മാപ്പെനിക്കേകണമേ. എൻ്റെ ജീവിതത്തോട് കർത്താവേ, മടുത്തുപോകല്ലേ ഈശോ, മാപ്പെനിക്കേകണമേ. ജീവിതത്തെ സമർപ്പിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചേ. മടുത്തുപോകല്ലേ ഈശോ, മാപ്പെനിക്കേകണമേ. മടുത്തുപോകല്ലേ ഈശോ, മാപ്പെനിക്കേകണമേ. ദൈവമേ, എന്നെ മടുക്കരുതേ. മടുത്തുപോകല്ലേ ഈശോ, മാപ്പെനിക്കേകണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിൻ്റെ ആ വലിയ കൽപ്പന ലംഘിച്ച ആദവും അവയും. പക്ഷേ ആദവും അവയുടെയും പ്രാർത്ഥന ഇതേയായിരുന്നു, ദൈവമേ, നീ എന്നെ മടുത്തു പോകരുത്. ഞാൻ പാപം ചെയ്തവനാണ്, ഞാൻ കൽപ്പന ലംഘിച്ചവനാണ്, ഞാൻ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനുമാണ്. എങ്കിലും ദൈവമേ, നീ എന്നെ മടുത്തു പോകരുതേ. ആദത്തിൻ്റെ അവയുടെയും ഹൃദയത്തിൻ്റെ വിലാപവും പ്രാർത്ഥനയും പ്രതീക്ഷയും അതായിരുന്നു. ഇനി ഒറ്റ പ്രതീക്ഷയെ എൻ്റെ ദൈവമേ എനിക്കുള്ളൂ, നീ എന്നെ മടുത്തു പോകരുത്, നീ എന്നെ മറന്നു പോകരുത്. അതുകൊണ്ടല്ലേ ദൈവം ആദത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ വീണ്ടും പറുദീസയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ എൻ്റെ പുത്രനെ അയക്കും. ഞാൻ നിന്നെ മറക്കുകയല്ല, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. മാനവകുലത്തെ വീണ്ടും പറുദീസായുടെ വാതിലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എൻ്റെ പുത്രനെ അയക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ സ്നേഹം. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ആദം ആഗ്രഹിച്ചതുപോലെ നമുക്കൊന്ന് ആഗ്രഹിക്കണ്ടേ? ആദം പ്രാർത്ഥിച്ചതുപോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ദൈവമേ, നീ എന്നെ മടുക്കരുത്, അത് മാത്രം മതി. ദൈവമേ, നീ എൻ്റെ കുടുംബത്തെ മടുക്കരുത്. എൻ്റെ കുടുംബം ഇങ്ങനെയാ, കുറേ കാലമായി. ദൈവമേ, നീ മടുക്കരുത് എൻ്റെ വീടിനെ. ദൈവമേ, എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയൊക്കെയാണ്, നീ മടുത്തു പോകരുത് കർത്താവേ. ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ്, പ്രാർത്ഥനയില്ല, ദൈവഭയമില്ല, തോന്നിവാസ ജീവിതമാണ്. ദൈവമേ, നീ മടുക്കരുത്. നീ മടുക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ദൈവമേ, നീ മടുക്കാതെ എൻ്റെ വീടിനോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ തലമുറയോട് ദൈവമേ നീ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്കൊരിക്കൽ കൂടി ഒന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, നീ മടുത്തു പോകരുതേ. മടുത്തു പോകല്ലേ ഈശോ, മാപ്പെനിക്കേകണമേ. ഹൃദയത്തിൽ നിന്നത് പ്രാർത്ഥിച്ചേ. മടുത്തു പോകല്ലേ ഈശോ, മാപ്പെനിക്കേകണമേ. മടുത്തു പോകല്ലേ
ഈശോ മാപ്പെനിക്കേകേണമേ. മനസ്സു മാറാത്ത മനസ്സു വയ്ക്കാത്ത മാലിന്യമാമെന്നെ മടുത്തു പോകല്ലേ. മനസ്സു മാറാത്ത മനസ്സു വയ്ക്കാത്ത മാലിന്യമാമെന്നെ മടുത്തു പോകല്ലേ. ഒരിക്കൽ കൂടി പാടിക്കേ. മനസ്സു മാറാത്ത മനസ്സു വയ്ക്കാത്ത മാലിന്യമാമെന്നെ മടുത്തു പോകല്ലേ. കരങ്ങൾ കൂപ്പാം. വചനത്തിൽ നമ്മൾ ധ്യാനിച്ചില്ലേ, ആ കായേനോട് ദൈവം പറഞ്ഞു, നീ മനസ്സ് വെച്ചാൽ നിനക്കും സ്വീകാര്യനാകാൻ സാധിക്കും മകനെ. നീ മനസ്സ് വയ്ക്കാത്തത് കൊണ്ടാണ്, നീ ഉചിതമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നീ തിരസ്കൃതനായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും കായേൻ മാലിന്യം പോലെ തള്ളപ്പെട്ടത് എന്തുകൊണ്ടാ? അവന്റെ ബലിവസ്തുക്കൾ മാലിന്യങ്ങളായി മാറിയത് എന്തുകൊണ്ടാ? പ്രിയപ്പെട്ടവരെ, ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ മനസ്സ് മാറ്റിയില്ല, അവൻ മനസ്സ് വെച്ചില്ല. ആബേലിനെ പോലെ മനസ്സ് വെച്ചില്ല. ആബേല് ബലിയർപ്പിക്കുന്നതും അവന്റെ ബലിയിൽ ദൈവം പ്രസാദിക്കുന്നതും കാണാൻ അവൻ താല്പര്യപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക, നമ്മൾ ഇന്ന് മാലിന്യം പോലൊക്കെ മാറിപ്പോയിട്ടുണ്ടാകാം. നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് മാലിന്യങ്ങളായി പോയിട്ടില്ലേ? അശുദ്ധിയുടെ മാലിന്യങ്ങൾ, ബന്ധങ്ങളുടെ തകർച്ചയിൽ വന്ന മാലിന്യങ്ങൾ. അങ്ങനെ ആർക്കും വേണ്ടാത്തവരായി കുടുംബങ്ങളിൽ മാറിയിട്ടുണ്ടോ? ബന്ധങ്ങളിൽ മാറിയിട്ടുണ്ടോ? ആത്മാവിനും മനസ്സിനും മനസാക്ഷിയിലും നമ്മൾ മാറിപ്പോയിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ മാലിന്യമായി പോയതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ മനസ്സ് മാറ്റിയിട്ടില്ല. ചില കാര്യങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങളിൽ മനസ്സ് വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാലിന്യമായി പോയി. പ്രിയപ്പെട്ടവരെ, ആ ബോധ്യത്തോടെ കർത്താവേ, എനിക്ക് മനസ്സ് മാറാൻ ഒരു കൃപ തരണേ, എനിക്ക് മനസ്സ് വയ്ക്കാൻ ഒരു ആഗ്രഹം തരണേ കർത്താവേ. നമുക്കൊന്നുകൂടി പാടി പ്രാർത്ഥിക്കാം. മനസ്സ് മാറാത്ത മനസ്സു വയ്ക്കാത്ത മാലിന്യമാമെന്നെ മടുത്തു പോകല്ലേ. ഈശോട് പറഞ്ഞേ, മനസ്സ് മാറാത്ത മനസ്സു വയ്ക്കാത്ത മാലിന്യമാമെന്നെ മടുത്തു പോകല്ലേ. കരമുയർത്തി, മടുത്തു പോകല്ലേ. ഈശോ മാപ്പെനിക്കേകേണമേ. മടുത്തു പോകല്ലേ. ഈശോ മാപ്പെനിക്കേകേണമേ. മടുത്തു പോകല്ലേ. ഈശോ മാപ്പെനിക്കേകേണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. കായേന്റെ ജീവിതത്തിൽ നമ്മൾ ധ്യാനിക്കുന്നില്ലേ, അവനെപ്പോഴും സഹോദരനോട് വെറുപ്പാണ്, സഹോദരന് മേൽ കുറ്റമാണ്, എപ്പോഴും അവനോട് അസൂയയാണ്. പ്രിയപ്പെട്ടവരെ, അവനെപ്പോഴും ജീവിതത്തിൽ കുറ്റം പറിച്ചില്ല. എൻ്റെ ബലിയിൽ ദൈവം പ്രസാദിക്കുന്നില്ല, എൻ്റെ കാണിക്കകൾ സ്വീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെയും കാര്യമല്ലേ? നമുക്ക് എന്തെല്ലാം കുറ്റങ്ങളാണ് പറയാനുള്ളത്. ചിലപ്പോൾ ദൈവം ഇല്ലെന്ന് പോലെ നമ്മൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉചിതമായത് പ്രവർത്തിക്കാതിരുന്നിട്ട് എപ്പോഴും കുറ്റം പറയുന്ന, എപ്പോഴും കുറ്റം വിധിക്കുന്ന, മനുഷ്യരെ കുറ്റം പറയുന്ന, ദൈവത്തെ പോലും കുറ്റം വിധിക്കുന്നവരാ നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തമ്പുരാന്റെ ഇരുതമ്മയിൽ മാപ്പ് ചോദിക്കണം. ദൈവമേ, എൻ്റെ പിഴവാണിതല്ല, ആരുടെയും കുറവല്ല, ആരുടെയും കുറവല്ല കർത്താവേ. നീ ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ മഴ വർഷിക്കുന്ന കാരുണ്യവാനായ കൃപാലുവായ, ക്ഷമിക്കുന്നതിൽ വലിയ താല്പര്യമുള്ള ദൈവമാണ്. എന്നിട്ടും കർത്താവെ, ഞാനിങ്ങനെ മാലിന്യമായി തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാൻ മാത്രമാണ്. എൻ്റെ പിഴവാണ് കർത്താവെ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് ഞാൻ കർത്താവെ തിരുമുമ്പിൽ എൻ്റെ അപരാധങ്ങൾ ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. എനിക്ക് നീ മാപ്പ് തരണേ എന്ന് പ്രാർത്ഥിച്ചേ. കുറ്റം പറയുന്ന, കുറ്റം വിധിക്കുന്ന കപടഭക്തനാമെന്നെ മടുത്തു പോകല്ലേ. കുറ്റം പറയുന്ന, കുറ്റം വിധിക്കുന്ന കപടഭക്തനാമെന്നെ
മടുത്തു പോകല്ലേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, ദൈവമേ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ആരാധനകൾ, എൻ്റെ ഭക്തി പ്രകടനങ്ങൾ, ഇതിലൊക്കെ പലപ്പോഴും പ്രകടനങ്ങൾ മാത്രമായി പോവുകയാണ് കർത്താവേ. നീ മാപ്പ് തരണം എനിക്ക്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കുറ്റം വിധിക്കുന്നു, എപ്പോഴും തിന്മ വിചാരിക്കുന്നു, എപ്പോഴും ഞാൻ പരാതിപ്പെടുന്നു ദൈവമേ. എപ്പോഴും പരാതിയാ ദൈവത്തോടും മനുഷ്യരോടുമെല്ലാം. എൻ്റെ ദൈവമേ, എനിക്ക് നീ തന്നില്ല എന്നൊക്കെ ഞാൻ എപ്പോഴും പരാതി പറയുന്നു. എന്നാൽ കർത്താവേ, നിനക്ക് തരേണ്ടതൊന്നും ഞാൻ തന്നിട്ടില്ലല്ലോ, നിനക്ക് തരേണ്ടതൊന്നും ഞാൻ തന്നിട്ടില്ലല്ലോ. എന്നോട് ചേർന്ന് ജീവിക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതൊന്നും ഞാനും കൊടുത്തിട്ടില്ലല്ലോ. എന്നിട്ട് ഞാൻ കുറ്റം പറയുന്ന, കുറ്റം വിധിക്കുന്ന, നിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ ആരാധിച്ചൊക്കെ നിൽക്കുന്ന കപടഭക്തനായ മനുഷ്യനാണ്. ദൈവമേ, എനിക്ക് മാപ്പ് തരണേ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ വലിയ സത്യത്തെ തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ ആ വലിയ പ്രത്യാശയിൽ ശരണപ്പെട്ട് നമുക്ക് ഒരിക്കൽ കൂടി പാടാം. കുറ്റം പറയുന്ന, കുറ്റം വിധിക്കുന്ന കപടഭക്തനാമെന്നെ മടുത്തു പോകല്ലേ. കുറ്റം പറയുന്ന, കുറ്റം വിധിക്കുന്ന കപടഭക്തനാമെന്നെ മടുത്തു പോകല്ലേ. ഇരു കരങ്ങളും ഉയർത്തി, മടുത്തു പോകല്ലേ ഈശോ, മാപ്പെനിക്കേകേണമേ. ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചേ. മടുത്തു പോകല്ലേ ഈശോ, മാപ്പെനിക്കേകേണമേ. മടുത്തു പോകല്ലേ ഈശോ, മാപ്പെനിക്കേകേണമേ. കരുണ തൻ കടലേ, തിരുരക്തപ്പുഴയേ, വറ്റാത്ത സ്നേഹമേ, വാനോളം കൃപയേ. കരുണ തൻ കടലേ, തിരുരക്തപ്പുഴയേ, വറ്റാത്ത സ്നേഹമേ, വാനോളം കൃപയേ. ഈശോയുടെ സ്നേഹം അനുഭവിച്ച് പാടിക്കേ. കരുണ തൻ കടലേ, കർത്താവ് കാരുണ്യവാനാണ്, തിരുരക്തപ്പുഴയേ, കുരിശോളം നമ്മളെ സ്നേഹിച്ചവനാണ്. ഒരിക്കലും മാറാത്ത സ്നേഹമാണ്, ഒരിക്കലും പറ്റാത്ത ഉറവയാണ് അവൻ. ആവർത്തിച്ച് പാടിക്കേ. കരുണ തൻ കടലേ, തിരുരക്തപ്പുഴയേ, വറ്റാത്ത സ്നേഹമേ, വാനോളം കൃപയേ. വലിയ അഭിഷേകം സ്വീകരിച്ചു പാടിക്കേ. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ പ്രതീക്ഷ ആഴ്ന്നിറങ്ങട്ടെ. ദൈവത്തിന്റെ നമ്മുടെ നേർക്കുള്ള സ്നേഹം, നമ്മുടെ നേർക്കുള്ള പ്രതീക്ഷ ആഴത്തിലിറങ്ങട്ടെ. കർത്താവേ, മനുഷ്യ മക്കളിലേക്ക് നിന്റെ സ്നേഹത്തിന്റെ നീർത്തലുകൾ ഇറങ്ങട്ടെ. കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ ആഴം ഇറങ്ങട്ടെ. കരുണ തൻ കടലേ, തിരുരക്തപ്പുഴയേ, വറ്റാത്ത സ്നേഹമേ, വാനോളം കൃപയേ. ആവർത്തിച്ച് പാടിക്കേ. കരുണ തൻ കടലേ, തിരുരക്തപ്പുഴയേ, വറ്റാത്ത സ്നേഹമേ, വാനോളം കൃപയേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. തിരുരക്തത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ, വലിയ വിടുതൽ ഉണ്ടാകട്ടെ, ദൈവ സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഈശോയോടുള്ള സ്നേഹം ഉണ്ടാകട്ടെ, ഈശോയുടെ ഹൃദയത്തോടുള്ള സ്നേഹം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹം നിറയട്ടെ. മനുഷ്യ മക്കളിലേക്ക് ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ദൈവ സ്നേഹം നിറയട്ടെ, ദൈവ സ്നേഹം നിറയട്ടെ, ദൈവ സ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, സ്നേഹത്തോടെ വിളിച്ചേ. ഈശോയേ, സ്നേഹത്തോടെ വിളിച്ചേ. ഈശോയേ, മടുക്കാത്ത ദൈവത്തെ, നമ്മളെ മറക്കാത്ത ദൈവത്തെ, ഈശോയേ,